ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ ഒരു സേമിയ പുഡിങ്ങാണ്. ഈ ഒരു പുഡിങ്ങിന് വേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ പുഡിങ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്ക് സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ കനം കുറഞ്ഞ ഈ ഒരു കട്ടില്ലാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ ഒരു പാൻ എടുത്ത് അതിലോട്ടൊരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിൽ നമുക്ക് ആദ്യം ഇച്ചിരി കാഷ്യൂ നട്ട്സോ അതുപോലെ മുന്തിരിയോ ഒന്ന് വറുത്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഞാൻ നമ്മുടെ സേമിയ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഈ നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. റോസ്റ്റഡ് ആയിട്ടുള്ള വെർമിസെല്ലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സേമിയ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് പാൽ വേണം നമുക്കിതിലോട്ട്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം ഈ പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് 2ാമത്തെ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പാറ്റുല വെച്ചിട്ട് ഇതുപോലെ സേമിയ ഒന്നിങ്ങനെ ഈ ഒരു പാനിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം 2ാമത്തെ കപ്പ് പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിലോട്ട് മധുരത്തിന് ഒരു 1.25 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. അതൊന്ന് ഇതിലോട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ആ ഒരു ശർക്കര എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാനിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഒന്ന് ഇതിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ടും അതുപോലെ മുന്തിരിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റായി വരാൻ വേണ്ടി കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്ന് സെറ്റായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും യൂസ് ചെയ്യാതെ നന്നായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലും തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങളുടെ മധുരത്തിന് അളവിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ 1.25 മുതൽ ഒരു 2 കപ്പ് വരെ എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.